പാലക്കാട് വടകരപതിയിൽ മൂക്കൂത്തിക്ക് വേണ്ടി വയോധികയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. വടകരപതി സ്വദേശിനി സരസാളിനെയാണ് അയൽവാസി തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. കൊലപാതകം നടത്തിയ 19 വയസ്സുകാരൻ ഉദയകുമാർ പോലീസിന്റെ പിടിയിലായി. കഴിഞ്ഞ ജൂൺ 10-ാം തീയതിയാണ് സരസാളിനെ വടകരപ്പതിയിലുള്ള വീട്ടിൽ നിന്ന് കാണാതായത്. മക്കൾ ഈ സരസാളിനെ കാണാതായ വിവരം പോലീസിൽ അറിയിച്ചു. ഉടൻ തന്നെ പോലീസ് അന്വേഷണം നടത്തി. ഈ പ്രദേശത്ത് വടകരപ്പതി പ്രദേശത്ത് ആകെ തന്നെ പോലീസ് അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തി. എവിടെയാണ് സരസാൾ എന്നറിയുന്നതിന് വേണ്ടി പലരെയും ചോദ്യം ചെയ്തു. ഇതിനിടയിലാണ് ഉദയകുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ, സരസാളിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ്, അവിടെ അയാളെ കാണാതായി എന്നുള്ള വിവരം പോലീസിന് ലഭ്യമാകുന്നത്. അങ്ങനെ ഉദയകുമാറിനെ കേന്ദ്രീകരിച്ചായി പിന്നീട് പോലീസിൻ്റെ അന്വേഷണം. അങ്ങനെ ഉദയകുമാറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കുറി ചോദ്യം ചെയ്തു. ഇതിനിടയിൽ തന്നെ ഇയാൾ പറയുന്നതിൽ പല അവ്യക്തതകളുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. ആദ്യം ചില കാര്യങ്ങളൊന്നും തന്നെ ഇയാൾ സമ്മതിച്ചിരുന്നില്ല. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലും തെളിവ് നിരത്തിയുള്ള ചോദ്യം ചെയ്യലൊക്കെയാണ് തന്നെ പോലീസിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ പലപ്പോഴും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ ഇയാളാണ് ഈ സംഭവം ചെയ്തതെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കൂടുതൽ കാര്യങ്ങൾ തെളിവുകളൊക്കെ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്ത്. അതിൽ ഒരു കാര്യം ഉദയകുമാർ സമ്മതിച്ചു. താനാണ് സരസാളിനെ കൊലപ്പെടുത്തിയത്. സരസാളിൻ്റെ കയ്യിൽ 2 മൂക്കുത്തി ഉണ്ടായിരുന്നു, കുറച്ച് പണവും ഉണ്ടായിരുന്നു. ഇത് കൈക്കലാക്കാൻ വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. പ്രതി ഈ സംഭവത്തിന് ശേഷം ഈ കോളനിയിൽ താമസിക്കാൻ വരാറില്ല എന്നുള്ള വിവരം കിട്ടിയതനുസരിച്ചിട്ട് ഈ പ്രതിയെ നമ്മൾ കണ്ടെത്തുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യപ്പോഴാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞങ്ങൾ വന്ന് പരിശോധന നടത്തിയപ്പോൾ ഈ പ്രതി ഈ ദാരുണമായ കുറ്റകൃത്യത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ, അതുപോലെ മറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. കത്തിക്കരിഞ്ഞ ജീർണിച്ച മൃതശരീരം ഇവിടെ ബഹുമാനപ്പെട്ട ചിറ്റൂർ തഹസിൽദാരുടെയും അതുപോലെ ഫോറൻസിക് സർജൻ, സയൻറ്റിഫിക് ഓഫീസേഴ്സ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അത് നമ്മളിപ്പോൾ പുറത്തെടുത്ത്. ഉദയകുമാറിൻ്റെ സഹോദരൻ ഒരു പെൺ സുഹൃത്തുമായി ഇവിടേക്ക് എത്തിയിരുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും സാരിയും ഒക്കെ നൽകിയത് സരസാളാണ്. ഇതിൻ്റെ പണം സരസാൾ ഉദയകുമാറിൽ നിന്നും അതോടൊപ്പം തന്നെ സഹോദരനിൽ നിന്നൊക്കെ ചോദിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഇവർക്കിടയിൽ വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് സരസാളിൻ്റെ മൂക്കുത്തി കൈക്കലാക്കാൻ ഇവർ ലക്ഷ്യം വെച്ച് നടത്തിയ പദ്ധതിയെ തുടർന്നാണ് ഈ കൊലപാതകം ഉണ്ടായതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഉദയകുമാറിൻ്റെ വീടിൻ്റെ ഉള്ളിൽ വച്ചാണ് ഈ കൊലപാതകം നടത്തിയത്. വീടിൻ്റെ മുന്നിലേക്ക് സരസാൾ എത്തിയപ്പോൾ വീടിൻ്റെ അകത്തേക്ക് ഉദയകുമാർ വിളിച്ചു വരുത്തി. അതിനുശേഷം തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. ശേഷം സമീപത്തെ ശുചിമുറിയിൽ വെച്ച് മൃതദേഹം കത്തിച്ച് വീടിന് സമീപം കുഴിച്ചിട്ടു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഉദയകുമാർ ചോദ്യം ചെയ്യുമ്പോൾ മറ്റു ചിലർ കൂടി ഇതിൽ പങ്കുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണോ എന്നുള്ളതും പോലീസ് സംശയിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണോ, അന്വേഷണം വഴിതെറ്റിക്കാനാണോ ഇയാൾ ഇത്തരത്തിലുള്ള മൊഴി നൽകുന്നതെന്നും പോലീസിന് സംശയമുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ കേസിൽ ഒരു പ്രതിയാണുള്ളത്. ഉദയകുമാർ മാത്രമാണ്, ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.